ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഇപ്പോ ആള് പറഞ്ഞു ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻസിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്യണം? എനിക്കറിയാമെന്ന് വിചാരിക്കട്ടെ, ഇവിടെ ട്രാൻസ്ജെൻഡർ സമൂഹങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് നിനക്കറിയാമോ ഞാൻ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ തവണ പോയപ്പോൾ അവിടെ കോമൺ വാഷ്റൂംസ് കൊടുക്കുന്ന കാലഘട്ടമാണ്. ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ട് കോമൺ ടോയ്ലറ്റ് കൊടുക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും ഒക്കെ പോകുന്ന കോമൺ ടോയ്ലറ്റ്. ഇവിടെ കൂടുതൽ ഡിവൈഡ് ചെയ്യാനാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നത്. മകന് അതിനുള്ള ഉത്തരം അല്ലല്ല, ഇത് ഫാലസി അല്ല. ഇതിനുള്ള ഉത്തരം നാളെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇതിലെ അപകടം കേൾക്കണം. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് മറ്റൊരു കമ്മീഷൻ. ഇവിടെ ലെസ്ബിയൻ ഓറിയന്റേഷൻ ഉള്ളവരെ, അത് മറ്റൊന്ന് പുരുഷന്മാരിൽ തന്നെ ഗേ ഓറിയന്റേഷൻ പറയുന്ന പുരുഷന്മാരുടെ വിഷയങ്ങൾ കേൾക്കാൻ ഈ പുരുഷ കമ്മീഷന് പറ്റുമോ? അതിൽ മറ്റൊരു അറിവുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് ഉത്തരവില്ലാത്തോണ്ട് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? കമ്മീഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരിക്കലും അതല്ല പയ്യൻ ചോദിച്ചത്. എന്താ ചോദിച്ചേ? വേണ്ടിയിട്ട് അവരുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? എല്ലാ വിധത്തിലും എല്ലാ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഏതൊരു മെയിൽ വ്യക്തി പോയാലും അദ്ദേഹത്തിന് മെന്റൽ ഹെൽത്ത് ആക്ട് നൽകുന്ന എല്ലാ പ്രൊട്ടക്ഷനോട് കൂടി ഞാനും പോയാലും കൊടുക്കട്ടെ. യുവതലമുറയ്ക്കാണ് നമ്മൾ ദിശാബോധം കൊടുക്കേണ്ടത്. ഞാനോ ഒരു മാനസികമായ ഭേദം നമുക്കുണ്ടാകുന്നു. നിന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി നിനക്കായി എതിരായി കളവായ പരാതി നൽകുന്നു. അത് ഡിഫൻസ് മെക്കാനിസവും ട്രയലും അതിന്റെ വഴിക്ക് പോകും. പറയട്ടെ ഉത്തരം കൊടുക്കട്ടെ. ഞാൻ അദ്ദേഹം അവർക്ക് ഞാൻ ചോദിക്കുന്നത് താങ്കൾ യു അപ്രോച്ച് ഉമ്മ ചോദിച്ച ക്വസ്റ്റ്യനുള്ള മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.